മോട്ടോറോളയുടെ മോട്ടോ G54 എന്ന 5G ഫോണിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളോ അല്ലെങ്കിൽ ഈ ഫോണിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളോ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അത്യാവശ്യം ഏരിയാസ് എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് തന്നെ വരുന്നത് 8GB 128GB സ്റ്റോറേജ് ആണ്. നമുക്കിത് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോൺ കാണാം. ഫോണിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കൂടെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഫോണിൻ്റെ കൂടെ ഒരു പൗച്ച് കമ്പനി നൽകിയിട്ടുണ്ട്. കുറേ കമ്പനികൾ നമുക്ക് പൗച്ച് ഇപ്പോൾ നൽകാറില്ല, അതൊരു നല്ല കാര്യമാണ്. പിന്നീട് വരുന്നത് ഒരു 2 സെറ്റ്സ് ഓഫ് പേപ്പർ, യൂസർ ഗൈഡും വാറൻറ്റി കാർഡുമാണ്. പിന്നീട് വരുന്നത് സിം ഇജക്ടർ ടൂള്. പിന്നീട് വരുന്നത് ഒരു ചാർജിങ് ബ്രിക്കാണ്. 33 വാൾട്ടിൻ്റെ ചാർജറാണ് നമുക്ക് കമ്പനി ഈ ഫോണിൻ്റെ കൂടെ തന്നിട്ടുള്ളത്. ഫോണിൻ്റെ ബാറ്ററി വരുന്നത് 6000 mAh ബാറ്ററിയാണ്. അതിന് 33 വാൾട്ടിൻ്റെ ഒരു ചാർജർ എന്ന് പറയുന്നത് ഇച്ചിരി കുറവാണെന്ന് പറയാം. എന്നിരുന്നാലും ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്താൽ ഒരു നോർമൽ യൂസൊക്കെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 2 ദിവസം ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അതൊരു വലിയ വിഷയമായിട്ട് കാണേണ്ട ആവശ്യമില്ല. പിന്നീട് വരുന്നത് ഒരു ടൈപ്പ് C ചാർജിങ് കേബിളാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫോണിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. നമുക്ക് ഫോണിലേക്ക് വരാം. ഫോണിൻ്റെ മുകളിൽ തന്നെ അഡ്വാൻസ്ഡ് 50MP ക്യാമറ വിത്ത് OIS, 6000 mAh ടെർബോ പവർ 30 ചാർജിങ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിലേക്ക് വരാം. ഫോണിൻ്റെ പൗച്ച് ഒന്ന് ഒഴിവാക്കി നോക്കാം. ഈ കളർ വരുന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന കളറാണ്. ഇത് കൂടാതെ മിൻറ്റ് ഗ്രീൻ, പേൾ ബ്ലൂ എന്ന വേറെയും 2 കളറുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് പറിച്ചു നോക്കാം. Hello Moto. ഫോൺ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഒന്ന് ഫാസ്റ്റാക്കി നോക്കാം. ഇതിൻ്റെ 8GB RAM 128GB സ്റ്റോറേജാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിന് വില വരുന്നത് ഏകദേശം 14000 രൂപയാണ്. ഇതിൻ്റെ മുകളിലുള്ള വേരിയൻറ്റ് എന്ന് പറയുന്നത് 12GB RAM 256GB സ്റ്റോറേജ്. അതിന് ഏകദേശം 16000 രൂപയാണ് വില വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. LCD ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2400x1080 റെസൊല്യൂഷൻ വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. LED അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഫോൺ. വേറെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷന് കാര്യങ്ങളൊന്നും തന്നെ ഈ ഫോണിൽ വരില്ല. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വന്നിട്ട് 1 ഇയറിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കമ്പനി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഡേ ലൈറ്റിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒരു ഇച്ചിരി കുറവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. വലിയൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. മറ്റ് ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോൺ പക്ക പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷേ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് ഫീൽ ചെയ്യില്ല. ഫോണിൻ്റെ സൈഡിലായിട്ട് സിം ട്രേ ഏരിയ കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു 3.5mm ഓഡിയോ ജാക്ക്, ഒരു മൈക്ക് ഹോള്, ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. വലതുഭാഗത്ത് നോക്കുമ്പോൾ താഴെ ഭാഗത്തായിട്ട് പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റും ഒരു സ്ഥലത്ത് മൗണ്ട് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് വോളിയം റോക്കേഴ്സ്. ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത് ഒരു ഡോൾബിയുടെ ബ്രാൻഡിങ്ങും ഒരു മൈക്ക് ഹോളും. ഇത്രയാണ് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 50MB പ്രൈമറി ക്യാമറയും 8MB വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഡെപ്ത് സെൻസറും അത് തന്നെയാണ്. പിന്നീട് വരുന്നത് ഒരു സിംഗിൾ ലൈറ്റ് LED ഫ്ലാഷ്, സെൻറ്റർ ഭാഗത്തായിട്ട് മോട്ടോയുടെ ഒരു ലോഗോ. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാപിക്സലാണ്. സിം ട്രേ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ സിം ട്രേയുടെ ഭാഗത്ത് പറയാനുള്ളത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വന്നിട്ടുള്ളത്. അതായത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരു സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് ഒന്നുകിൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡ്, ഇല്ല എന്നുണ്ടെങ്കിൽ 2 സിമ്മ്, അത് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഒരു പ്ലസ് പോയിൻറ്റ് പറയാനുള്ളത് മെമ്മറി കാർഡ് വേണമെങ്കിൽ നമുക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് IP52 വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ മുകളിലായിട്ട് ഒരു റെഡ് കളർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ 192 ഗ്രാം മാത്രമേ ഫോൺ വരുന്നുള്ളൂ. നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു ബാലൻസ്ഡ് ഡിസൈനാണ്. സാധാരണ 6000 mAh ബാറ്ററി വരുമ്പോൾ 200 ഗ്രാമിൻ്റെ മുകളിലേക്ക് ഫോണിൻ്റെ വെയിറ്റ് വരാറുണ്ട്. അത് നമുക്ക് ഫോൺ നൈസായിട്ടും ബാലൻസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യം. പൗച്ചിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പൗച്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഫോണിൻ്റെ പ്ലസ് പോയിൻറ്റുകളിലേക്ക് വരുമ്പോൾ
ഇതിൻ്റെ ബേസ് വേരിയൻ്റ് തന്നെ 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അതും 14,000 രൂപയ്ക്ക്. മറ്റു പല കമ്പനികളുടെ ഫോൺ എടുത്ത് നോക്കിയാലും 14,000 രൂപയ്ക്ക് നമുക്ക് ഒന്നുകിൽ 4GB റാം അല്ലെങ്കിൽ 6GB റാം, അതും 64GB സ്റ്റോറേജിലൊക്കെയാണ് വരാറുള്ളത്. ഇതൊരു പക്ഷേ 14,000 രൂപയ്ക്ക് നമുക്ക് 8GB റാമും 128GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഫിംഗർ പ്രിൻറ്റിലേക്ക് വരുമ്പോൾ ഫിംഗർ പ്രിൻ്റൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് ഒരു പ്രശ്നവും പറയാനില്ല. ഇതിൻ്റെ പ്രൊസസ്സറിലേക്ക് വരികയാണെങ്കിൽ Dimensity 7020 എന്ന Octa Core പ്രൊസസ്സറുകളാണ് കമ്പനി ഈ ഫോണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊസസ്സർ വെച്ച് വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫോണാണ് Moto G54 എന്ന ഈ ഒരു 5G ഫോൺ. ഇതിൻ്റെ സ്പീഡ് വരുന്നത് 2.2 GHz ആണ്. പ്രൊസസ്സറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡേ ടു ഡേ ലൈഫിലെ ആക്ടിവിറ്റീസൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഹൈ എൻഡ് പ്രൊസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നോർമൽ പെർഫോമൻസുള്ള ഒരു പ്രൊസസ്സറാണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന മറ്റു ഫോണുകൾക്ക് വരുന്ന ആ ഒരു റേഞ്ചിലുള്ള പെർഫോമൻസ് തന്നെ ഈ ഒരു പ്രൊസസ്സറിനും കിട്ടുന്നുള്ളൂ. അല്ലാതെ ഒരു ഹൈ എൻഡ് പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ഗെയിമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 40 FPS ഇട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ് പറയാനുള്ളത് 5G ബാൻഡുകളുടെ കാര്യത്തിൽ ഇഷ്ടം പോലെ 5G ബാൻഡുകൾ നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. സാധാരണ മറ്റു പല ഫോണുകളും 5G സപ്പോർട്ടഡ് ആണ് എന്ന് പറയുമ്പോഴും അതിൽ 5G ബാൻഡുകളുടെ എണ്ണം കുറവായിരിക്കും. പക്ഷേ ഈ ഫോണിൽ ഇഷ്ടം പോലെ 5G ബാൻഡുകൾ വരുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നീട് വരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഗിയറോസ്കോപ്പ് സെൻസർ വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇഷ്ടം പോലെ കമ്പനികൾ ഇപ്പോൾ ഗിയറോസ്കോപ്പ് സെൻസർ വരാത്ത രീതിയിലുള്ള ഫോണാണ് ഇറക്കാറുള്ളത്. ഈ ഒരു ഫോണിൽ 14,000 രൂപയ്ക്ക് നമുക്ക് ഗിയറോ സെൻസർ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഗെയിമൊക്കെ കളിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നീട് വരുന്നത് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ്. ഡോൾബി സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം നമുക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ ടെസ്റ്റ്, ഡിസ്പ്ലേ ടെസ്റ്റ്, സ്പീക്കർ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ 16 MP ഒരു ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില കമ്പനികളൊക്കെ ഇപ്പോൾ 8 MP ഒക്കെയാണ് കൊടുക്കാറുള്ളത് ഫ്രണ്ട്. ഇവിടെ വന്നിട്ട് 16 വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് തന്നെ ഫ്രണ്ട് ക്യാമറ കാഴ്ചവെക്കുന്നുണ്ട്. ബാക്ക് ക്യാമറയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഒരു നോർമൽ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ബാക്ക് ക്യാമറ കാഴ്ചവെക്കുന്നത്. ഒരു ഹൈ എൻഡ് പെർഫോമൻസ് ഒന്നും നമുക്ക് ബാക്ക് ക്യാമറയിൽ നിന്ന് കിട്ടുന്നില്ല. എന്നിരുന്നാലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ്. സാധാരണ മോട്ടോയുടെ ഇതുവരെ ഇറങ്ങിയ ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ കുറച്ച് സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് കാണാം. ഇത് നോർമൽ ഫോട്ടോയും പോർട്രേറ്റ് ഫോട്ടോയുമാണ്. നല്ല രീതിയിലുള്ള ഒരു ഔട്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു നോർമലായിട്ട് എടുത്ത മറ്റൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇതും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഔട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നോർമൽ ഫോട്ടോയും വൈഡ് ആംഗിൾ ഫോട്ടോയുമാണ്. ഈ രീതിയിലുള്ളൊരു ഡിഫറൻസാണ് രണ്ട് ഫോട്ടോസും തമ്മിൽ വരുന്നത്. ഇത് നോർമലായിട്ട് എടുത്ത മറ്റൊരു ഫോട്ടോ ഒരു പോർട്രേറ്റ് ഫോട്ടോ. നല്ല രീതിയിലുള്ള ഒരു ഔട്ട് തന്നെ വന്നിട്ടുണ്ട്. ചില സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു പ്രശ്നം തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കൈയിൻ്റെ ഉൾഭാഗത്തൂടെ ആയിട്ട് ബ്ലറിങ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയതായിട്ട് കാണാം. അതുപോലെ തന്നെ ഒരു സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഈ ഫോട്ടോയും അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ ബ്ലറിങ് പാളിപ്പോയതായിട്ട് കാണാം. ഇനി ഈ ഒരു ഫോട്ടോ നോക്കാം. ഇത് നോർമലായിട്ട് എടുത്ത ഒരു ഫോട്ടോയാണ്. ഇത് പോർട്രേറ്റ് ആയിട്ട് ഒന്ന് എടുത്ത് നോക്കാം. ഈ രീതിയിലുള്ള ഒരു ഔട്ടാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് മറ്റൊരു ഫോട്ടോ കാണാം. ഇത് നോർമലായിട്ട് എടുത്ത ഒരു ഫോട്ടോയാണ്. ഇതിൻ്റെ ഒരു പോർട്രേറ്റ് ഫോട്ടോ കൂടി കാണാം. നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് ഔട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ കൂടി കാണാം. ഇതും നല്ല രീതിയിലുള്ള ഒരു ഔട്ട് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ മൂന്ന് ഫോട്ടോസും വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് ഫോട്ടോസും നല്ല രീതിയിലുള്ള ഒരു ഔട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്രണ്ട് ക്യാമറ. ഇത് അത്യാവശ്യം ലൈറ്റിംഗ് കണ്ടീഷനിൽ നിന്നെടുത്ത ഫ്രണ്ട് ക്യാമറ ഫോട്ടോയാണ്. നല്ലൊരു ഔട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രശ്നമൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു പെർഫോമൻസ് ഫ്രണ്ട് ക്യാമറയിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഫ്രണ്ട് ക്യാമറ വെച്ചെടുത്ത ഒരു ലോ ലൈറ്റ് ഫോട്ടോയാണ്. റൂം ലൈറ്റ് കണ്ടീഷനിൽ എടുത്തതാണ്. ഇതും നല്ല രീതിയിലുള്ള ഒരു ഔട്ട് നമുക്ക് തരുന്നുണ്ട്. ഇത് ബാക്ക് ക്യാമറ വെച്ചെടുത്ത ഒരു റൂം ലൈറ്റ് ഫോട്ടോയാണ്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ വീഡിയോ ടെസ്റ്റിലേക്ക് പോകാം.
ഈ രീതിയിലുള്ള ഒരു ഔട്ടാണ് നമുക്ക് ക്യാമറയിൽ നിന്നും കിട്ടുന്നത്. ഈ കണ്ടതിൻ്റെ എല്ലാം ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒറിജിനൽ കണ്ടൻറ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ വലിയൊരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ വൈഡായിട്ടുള്ള ഏരിയ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ക്വാളിറ്റി ലോസ് നമുക്ക് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കുന്നതിൻ്റെ മെയിൻ പ്രയോറിറ്റി എന്നത് ക്യാമറ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു വല്ല ഫോണും ചൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. കാരണം ഈ ഫോണിൻ്റെ ക്യാമറ അത്ര കണ്ട് മികച്ചതാണ് എന്ന് പറയാൻ കഴിയില്ല. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ടെസ്റ്റിലേക്കും അതുപോലെ തന്നെ സൗണ്ട് ടെസ്റ്റിലേക്കുമാണ് പോകുന്നത്. ആദ്യം തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ടെസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ടെസ്റ്റും സൗണ്ട് ടെസ്റ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. രണ്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും ഡിസ്പ്ലേ ക്വാളിറ്റിയും നമുക്ക് ഫോണിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒരു ക്ലിക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.